മിക്കവാറും എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. ഇന്ന് ഞാൻ നല്ലൊരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഞാൻ അതിനായിട്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള ഉരുളക്കിഴങ്ങാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇത് നല്ല മധുരമുള്ള ഉരുളക്കിഴങ്ങാണ്. ഇതൊക്കെ ഒന്നിനെയും വൃത്തിയാക്കി ഒന്നരിഞ്ഞെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം, അതുപോലെ വളരെ ടേസ്റ്റോടുകൂടി തന്നെ തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ ചോറ് അവരാവശ്യത്തിന് കഴിക്കും. അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ഞാനിവിടെ ഉരുളക്കിഴങ്ങെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. 2 ടൈപ്പിൽ ഉരുളക്കിഴങ്ങ് ഇവിടെ കിട്ടാറുണ്ട്. ഒന്ന് ഈ ടൈപ്പിൽ, പിന്നെ നല്ല വെള്ള കളറിൻ്റെ നീളമുള്ള ഉരുളക്കിഴങ്ങ്, അങ്ങനെ 2 ടൈപ്പിൽ കിട്ടണം. അങ്ങനെ ഞാൻ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് വൃത്തിയാക്കിയെടുത്തു. ഇനി ചീനച്ചട്ടിയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം, നോൺ സ്റ്റിക്കിൻ്റെ. ഞാനിവിടെ ചീനച്ചട്ടി എടുത്ത് മെഴുക്കുവരട്ടി ആകുമ്പോൾ ഇച്ചിരി ഒന്ന് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണമല്ലോ എന്ന് കണ്ടിട്ട് മാത്രമാണ് ചീനച്ചട്ടി എടുത്തത്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് കറിവേപ്പിലയും കടുകും ഒക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഉള്ളി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഉള്ളി, പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ അല്പം പെരുംജീരകം പൊടിച്ചത് കൂടി ചേർത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ് ഇതിനോട് ചേർക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു സ്പൂണിൽ 1 സ്പൂൺ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ചീനച്ചട്ടി ആയതുകൊണ്ട് ചിലപ്പം അതിൻ്റെ മസാലയൊക്കെ ഒന്ന് കരിഞ്ഞു പോകാനായിട്ട് പറ്റി പിടിക്കാനും സാധ്യതയുള്ളത് കൊണ്ട് ഞാനൊരു അല്പം വെള്ളം ചേർത്ത് കൊടുത്തു. വെള്ളം ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ചെറുതീയിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ആവിയിൽ. അപ്പം ഞാനിതെല്ലാം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചേരുവ കൂടെ ചേർക്കാനുണ്ട്. ഇത് നല്ല എരിവൊന്നുമില്ല കേട്ടോ, കാശ്മീരി മുളക് പൊടി ചേർത്തതുകൊണ്ട് നല്ല റെഡ് കളറായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് ഉദ്ദേശിച്ചത്ര എരിവൊന്നുമില്ല, എരിവ് കുറവ് തന്നെയാണ്. ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് നല്ലവണ്ണം ഫ്രൈ ആക്കിയെടുത്താൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കൂടി അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ കൂടി അഭിപ്രായം അറിയിക്കുക. പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോയും പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരും. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കേ.